ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കമൻറ്റ് റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ മുന്നേ, എനിക്ക് വളരെ അപൂർവം ചില കമൻറ്റ്സേ വരാറുള്ളൂ. അപ്പോൾ കുറേ നാൾ മുന്നേ വന്നൊരു കമൻറ്റാണ്. കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഫിഷ് കറിയുടെ ഒരു ചെറിയൊരു വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മിനിറ്റ് പോലും ഇല്ല, സെക്കൻഡ്സ് ഉള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതും എനിക്ക് അതായത് മത്തി കിട്ടാണ്ട് ഒരു ദിവസം കിട്ടിയപ്പോൾ അത് കറി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട്, അതും എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞമ്മമാർ അവരൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ഓർത്തിട്ട് ശ്രമിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ നേരത്ത് ഞാനെടുത്തൊരു നൊസ്റ്റാൾജിയ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഫിഷ് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നതെന്നാണ് ഞാനതൊന്ന് മനസ്സിലാക്കിയ കാര്യം. അതിൽ ഞാൻ തേങ്ങ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിക്കോ, തേങ്ങ നല്ലതായിട്ട് ഇട്ടിട്ട് വെച്ചൊരു കറിയാണ്. ആ ഫിഷ് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നത്. നിങ്ങൾ ഫിഷ് കഴിക്കാത്ത ഒരാളാണ്, ഞാൻ ആലോചിക്കാം ആ കമൻറ്റ് ഇട്ട ആ വ്യക്തി കഴിക്കാത്ത ആളാണെങ്കിൽ അവർക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ പോരെ. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ, ഞാൻ യൂട്യൂബ് ചാനൽ കാണുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്ത് പോകും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കളയും. അതാണ് അതിൻ്റെ മര്യാദ. അല്ലാതെ ഒരു കഴിക്കണം, നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇൻസൾട്ട് ആവും അത്. അതായത് ഞാൻ ആലോചിക്കുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ഇരിക്കണം, വിശന്നിരിക്കുമ്പോൾ ആലോചിക്കണം, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞല്ലോ, നിന്നയായിപ്പോയല്ലോ എന്ന് പറയണം. ഈ ഭക്ഷണത്തെ നിന്ദിക്കുന്ന ഈ ടൈപ്പ് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയുമോ ആൾക്കാർ? എത്ര ബുദ്ധിമുട്ട്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവരെത്ര ഉണ്ടെന്ന് അറിയുമോ? അപ്പോൾ കിട്ടിയ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നു എന്നൊരു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കൂടെ? എന്ത് കാര്യത്തിന് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടേണ്ട ആവശ്യം? നിങ്ങൾക്ക് എന്താ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്തോ, ഡിസ്ലൈക്ക് അടിച്ച് പൊക്കോ, അല്ലെങ്കിൽ വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊക്കോ. എന്തിനാ വെറുതെ ആ വീഡിയോ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കണത്? അതിനല്ലേ നമ്മുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അത് സ്ക്രോൾ ചെയ്തങ്ങ് പോയാൽ പോരെ. നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ പോലും ഒരാൾക്ക് ഹേർട്ട് ആവാത്ത വിധത്തിലാണ് ഞാൻ റിയാക്ഷൻ ചെയ്യാറ്. ആ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് എൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് ഭക്ഷണം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുമെന്ന് കാണിക്കാൻ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മനസ്സ് എന്താ? നിങ്ങളൊക്കെ എന്തിനാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക? കഷ്ടം തന്നെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഹേർട്ടായി. കാരണം എന്താ അറിയോ, ഞാനതിൽ എൻ്റെ അമ്മ, കുഞ്ഞമ്മമാർ അവരൊക്കെ നൊസ്റ്റാൾജി ആയിട്ട് പറഞ്ഞിട്ടൊരു ചേസ്. അപ്പോൾ നിങ്ങൾ ചവിട്ടി തേക്കുമ്പോൾ എനിക്ക് ഹേർട്ടാവുന്നത് എൻ്റെ അമ്മ, എൻ്റെ വീട്ടുകാർ, അവരുടെ എനിക്ക് അങ്ങനെയൊക്കെ കുറേ ആ ഒരു ഇതിന് ഫുഡ് കണ്ടപ്പോൾ ബാന്ന് കാണിക്കപ്പോൾ അങ്ങനെ നമുക്ക് അത്ര വിഷമം വരും. എനിക്കത് നല്ല ഇൻസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്കിപ്പ് ചെയ്ത് പോക്കോ. ഒരാളും ഈ മറ്റേ പേര് പറഞ്ഞു, ഒരാളും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങളെ ഇതിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഒരു ചാനലിൽ എൻ്റെ എല്ലാത്തിലും ഒന്നും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ചില ചാനലിൽ മാത്രമേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണുള്ളൂ. എന്തിനാണ് നിങ്ങളിങ്ങനെ റിസ്ക് എടുത്ത് ഇതിനകത്തിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭക്ഷണത്തിന് അങ്ങനെ നിന്ദിക്കല്ലേ? നിങ്ങളുടെ കമൻറ്റ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമാണ്, കമൻറ്റ് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് കാണിക്കണം പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, ബൈ.